നമസ്തേ. എഞ്ചിനീയറിംഗും മെഡിക്കലുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളും അപ്ഡേഷനുകളുമായി ബ്രില്യൻറ്റ് ന്യൂസ് ഡെസ്കിൽ നിന്നും ഞാൻ ശിവൻ. ആദ്യം നോക്കാം ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. നീറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ മാർച്ച് 9 വരെ, പ്രവേശന പരീക്ഷ മെയ് 5-ന്, അഡ്മിറ്റ് കാർഡുകൾ ഏപ്രിൽ അവസാന വാരം. ജെഇ മെയിൻ 2024 സെക്കൻഡ് സെഷൻ ഏപ്രിൽ 4 മുതൽ. ഓൺലൈൻ ആപ്ലിക്കേഷൻ കറക്ഷൻ മാർച്ച് 6-7 തീയതികളിൽ. കേരള മെഡിക്കൽ എഞ്ചിനീയറിംഗ് അപേക്ഷ മാർച്ച് അവസാനം. എഞ്ചിനീയറിംഗ് പരീക്ഷ ഓൺലൈൻ രീതിയിൽ. BSc നഴ്സിംഗ് കേരളത്തിലും പ്രത്യേക പ്രവേശന പരീക്ഷ ജൂൺ മാസത്തിൽ. അപേക്ഷ ഏപ്രിൽ മാസം ക്ഷണിക്കും. CUET എക്സാം മെയ് 15 മുതൽ. ഓൺലൈൻ ആപ്ലിക്കേഷൻ മാർച്ച് 29 വരെ. ഓൾ ഇന്ത്യ BSc അഗ്രികൾച്ചർ പ്രവേശനം CUET വഴി. JEE അഡ്വാൻസ്ഡ് മെയ് 26-ന്. ഓൺലൈൻ അപേക്ഷ. JEE മെയിൻ റിസൾട്ട് ഏപ്രിൽ 25-ന് പ്രസിദ്ധീകരിച്ചതിന് ശേഷം. കുസാറ്റ് BTech എൻട്രൻസ് എക്സാം മെയ് 10, 11, 12 തീയതികളിൽ. ഓൺലൈൻ ആപ്ലിക്കേഷൻ മാർച്ച് 15 വരെ. CMC വെല്ലൂർ MBBS BSc നഴ്സിംഗ് പാരാമെഡിക്കൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിച്ചു. മാർച്ച് 21 അവസാന തീയതി. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് IAT ജൂൺ 9-ന്. അപേക്ഷ ഏപ്രിൽ 1 മുതൽ. ഈ വർഷം 2022കാർക്കും പ്രവേശന യോഗ്യത. ബിറ്റ്സാറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഏപ്രിൽ 11-ന് അവസാനിക്കും. ഈ വർഷവും 2 അവസരങ്ങൾ. ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവേശന പരീക്ഷ മെയ് 19-ന്. ഏപ്രിൽ 15 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. BArc ആർക്കിടെക്ചർ അഭിരുചി പരീക്ഷ ഏപ്രിൽ മുതൽ. ഒരാൾക്ക് 3 അവസരങ്ങൾ. അപേക്ഷ ക്ഷണിച്ചു. IIIT ഹൈദരാബാദ് എൻട്രൻസ് എക്സാം മെയ് 4-ന്. അപേക്ഷ ഏപ്രിൽ 1 വരെ. IIM ഇൻഡോർ IP മാറ്റ് മാർച്ച് 26 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. BSc ഫോറൻസിക് സയൻസിന് അപേക്ഷ ക്ഷണിച്ചു. വാർത്തകൾ വിശദമായി. നീറ്റ് 2024 രാജ്യത്തെ MBBS BDS BSc നഴ്സിംഗ് പ്രവേശനത്തിനുള്ള മെഡിക്കൽ പ്രവേശന പരീക്ഷ മെയ് 5-ന്. ഓൺലൈൻ അപേക്ഷ മാർച്ച് 9-ന് അവസാനിക്കും. അതിനുശേഷം അപേക്ഷയിൽ വേണ്ട തിരുത്തലുകൾ വരുത്തുവാൻ ഒരാഴ്ച സാവകാശം അനുവദിക്കും. ഓൺലൈൻ അപേക്ഷയിൽ സമർപ്പിച്ച എല്ലാ വിവരങ്ങളും ആവശ്യമെങ്കിൽ തിരുത്താവുന്നതാണ്. ഓൺലൈൻ അപേക്ഷ ആരംഭിച്ചതിന് ശേഷമാണ് വിദേശത്ത് എക്സാമിനേഷൻ സെൻറ്ററുകൾ അനുവദിച്ചത്. അതിനാൽ ഏതെങ്കിലും കുട്ടികൾക്ക് മെയ് 5-ന് വിദേശത്തേക്ക് എക്സാം സെൻറ്ററുകൾ മാറ്റുവാനോ അതിൽ കൂടുതലായിട്ടുള്ള അപേക്ഷാ ഫീസ് അടയ്ക്കുവാനോ അതിനുള്ള അവസരവും ഉണ്ടായിരിക്കും. എല്ലാ കുട്ടികൾക്കുമുള്ള എക്സാം സിറ്റി അനൗൺസ്മെൻറ്റ് ഏപ്രിൽ 20-ഓടുകൂടിയും. മെയ് 5-ന് നടക്കുന്ന നീറ്റ് എക്സാമിൻ്റെ അഡ്മിറ്റ് കാർഡുകൾ ഏപ്രിൽ അവസാന വാരവും വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. +2-ന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നിവ റെഗുലർ വിഷയമായി 2 വർഷം പഠിച്ച വിദ്യാർത്ഥികൾക്കാണ് മെഡിക്കൽ പ്രവേശനത്തിന് യോഗ്യത ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിൽ ഏതെങ്കിലും ഒരു വിഷയം മാത്രമായോ അല്ലെങ്കിൽ എല്ലാ വിഷയവും NIOS വഴിയോ അല്ലെങ്കിൽ ഓപ്പൺ സ്കൂൾ വഴി പ്രൈവറ്റായോ പഠിച്ചവരെയും ഈ വർഷം മുതൽ പരിഗണിക്കണമെന്നും അവർക്ക് നീറ്റ് എക്സാമിന് അവസരം നൽകണമെന്നും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നാഷണൽ മെഡിക്കൽ കമ്മീഷനോട് ആവശ്യപ്പെട്ടു. NIT, IIIT BTech പ്രവേശനം ഉറപ്പാക്കുവാൻ വിദ്യാർത്ഥികൾക്കുള്ള 2ാമത്തെ അവസരം. JEE മെയിൻ 2024-ന്റെ 2ാമത്തെ സെഷൻ ഓൺലൈൻ എക്സാമിനേഷൻ ഏപ്രിൽ 4 മുതൽ ആരംഭിക്കും. ജനുവരിയിൽ നടന്ന ആദ്യ സെഷൻ എഴുതിയ വിദ്യാർത്ഥികൾക്കും സ്കോർ ഇംപ്രൂവ് ചെയ്യുവാനുള്ള അവസരമുണ്ട്. ഓൺലൈനായി സമർപ്പിച്ച അപേക്ഷ ആവശ്യമായ തിരുത്തലുകൾ വരുത്തുവാൻ, അതുപോലെ BArc, B-Planning, BTech എന്നീ പേപ്പറുകൾ ഏതെങ്കിലും കൂട്ടിച്ചേർക്കുവാനുമുള്ള അവസരം ഇപ്പോൾ വൺ ടൈം കറക്ഷൻ വിൻഡോയിലൂടെ മാർച്ച് 6-7 തീയതികളിൽ JEE മെയിൻ്റെ വെബ്സൈറ്റ് വഴി നടക്കും. എക്സാം സിറ്റി അനൗൺസ്മെൻറ്റും പരീക്ഷാ തീയതിയും മാർച്ച് അവസാന വാരവും. അഡ്മിറ്റ് കാർഡുകൾ
ഏപ്രിൽ ആദ്യവാരവും വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കും. ഏപ്രിൽ 25-ന് ജെഇഇ മെയിൻ ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രഖ്യാപിക്കുകയും ചെയ്യും. IIT പ്രവേശനം സാധ്യമാകുന്ന ജെഇഇ അഡ്വാൻസ്ഡ് എൻട്രൻസ് എക്സാം മെയ് 26-ന്. ക്വാളിഫൈ ചെയ്യുന്ന 2.5 ലക്ഷം കുട്ടികൾക്കാണ് JEE.ADV.AC.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുകയും അപേക്ഷാ ഫീസ് അടയ്ക്കുവാനുമുള്ള സൗകര്യം. ജൂൺ 9 ഫലം പ്രഖ്യാപിക്കുകയും ജോസ സീറ്റ് അലോക്കേഷൻ ജൂലൈ ആദ്യവാരം ആരംഭിക്കുകയും ചെയ്യും. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വെൽക്കം ടു ബ്രില്യൻ, പ്രൗഡ്ലി അനൗൺസിംഗ് ദ പ്രീമിയർ എൻട്രൻസ് എക്സാം ബാച്ചസ് ഓഫ് റിപ്പീറ്റേഴ്സ് 2025. മാർച്ച് 1 മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നു. 40 വർഷത്തെ വിജയ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് എൻട്രൻസ് എക്സാമുകളിൽ വിജയം നേടുന്ന 90% മലയാളി വിദ്യാർത്ഥികളും പഠിക്കുന്നൊരിടമായ ബ്രില്യൻറ്റിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കും മെഡിക്കൽ, എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമുകൾക്കായി തയ്യാറെടുക്കാം. മെഡിക്കൽ, എഞ്ചിനീയറിംഗ് എൻട്രൻസ് ആസ്പിരൻസിനെ വിജയത്തിൻ്റെ കൊടുമുടിയിൽ എത്തിക്കാൻ വിവിധ ജില്ലകളിലായി ബ്രില്യൻ സെന്ററുകൾ ആരംഭിച്ചിരിക്കുന്നു. കണ്ണൂർ, തലശ്ശേരി, കോഴിക്കോട്, കോട്ടക്കൽ, തൃശൂർ, എറണാകുളം, കോട്ടയം, പാല, കൊല്ലം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ബ്രില്യൻറ്റിൻ്റെ സ്വന്തം ക്യാമ്പസുകൾ. കോൺകർ ദ എൻട്രൻസ് എക്സാം വിത്ത് കോൺഫിഡൻസ്. ഒപ്പമുണ്ട് ബ്രില്യൻറ്റിൻ്റെ ഒരു വലിയ പട. കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ മെയ് 15 മുതൽ ഓൺലൈനായിട്ട് നടക്കാനുള്ള സാധ്യത. 3 മണിക്കൂറിൽ 150 ചോദ്യങ്ങളിൽ 3 സബ്ജക്റ്റും ഒരൊറ്റ പേപ്പറായിട്ടായിരിക്കും ഈ വർഷം നടക്കുക. നിലവിലുള്ള ജെഇഇ മെയിൻ പോലെ പല പരീക്ഷകൾ നടക്കുന്നതുകൊണ്ട് പേഴ്സൻറ്റേജിൽ സ്കോർ അനുസരിച്ചായിരിക്കും റാങ്ക് നിർണ്ണയിക്കുന്നത്. 150 ചോദ്യങ്ങളിൽ 75 ചോദ്യങ്ങൾ മാത്തമാറ്റിക്സിൽ നിന്നും 45 ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിയിൽ 30 ചോദ്യങ്ങളുമായിരിക്കും ഉണ്ടാവുക. വ്യത്യസ്ത ദിവസങ്ങളിൽ ചോദ്യപേപ്പറും വ്യത്യസ്തമായതിനാൽ നോർമലൈസേഷൻ രീതിയിൽ തയ്യാറാക്കുന്ന പേഴ്സൻറ്റേജ് സ്കോറും +2-ന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിന് ലഭിച്ച മാർക്കും കൂടി പരിഗണിച്ചാണ് തുല്യ അനുപാതത്തിൽ എഞ്ചിനീയറിംഗ് എൻട്രൻസിൻ്റെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ബിഫാമിന് മാത്രം അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് ഫിസിക്സ്, കെമിസ്ട്രി മാത്രം ഉൾപ്പെടുത്തി 1.5 മണിക്കൂറിൽ 75 ചോദ്യങ്ങൾക്കായിരിക്കും ഉത്തരം എഴുതേണ്ടി വരിക. അതും ഓൺലൈൻ പരീക്ഷ തന്നെയായിരിക്കും. കീം 2024 ഓൺലൈൻ അപേക്ഷ മാർച്ച് 3 ആഴ്ച ആരംഭിക്കും. MBBS, BDS, അഗ്രികൾച്ചർ, വെറ്റിനറി മുതലായ മെഡിക്കൽ കോഴ്സുകൾക്കും എഞ്ചിനീയറിംഗ്, ബിഫാം, ആർക്കിടെക്ചർ കോഴ്സുകൾക്കുമാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. ഒരു കുട്ടിക്ക് ഈ 4 പ്രോഗ്രാമുകൾക്കും ഒരൊറ്റ അപേക്ഷ മാത്രം മതിയാകും. നീറ്റ് റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ആ മാർക്ക് കേരള വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്താണ് കേരള മെഡിക്കൽ റാങ്ക് തയ്യാറാക്കുന്നത്. മെഡിക്കൽ പ്രവേശനത്തിന് കേരളത്തിൽ പ്രത്യേക പ്രവേശന പരീക്ഷ ഇല്ല. കേരളത്തിൽ ജന്മസ്ഥലം കാണിക്കുന്ന രേഖ, ജനന തീയതി തെളിയിക്കുന്നതിനുള്ള രേഖ, 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ്, ഫോട്ടോ, സിഗ്നേച്ചർ എന്നിവ അപ്ലോഡ് ചെയ്തു വേണം കീം 2024 ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുവാൻ. സാമുദായിക സംവരണം, മൈനോറിറ്റി, സ്പോർട്സ്, എക്സ് സർവീസ്മെൻ, OEC, NRI എന്നിങ്ങനെ ഒരു കുട്ടിക്ക് ഏതൊക്കെ റിസർവേഷനുകൾ ലഭിക്കുമോ അതിൻ്റെ എല്ലാം സർട്ടിഫിക്കറ്റുകൾ അപേക്ഷാ സമയത്ത് തന്നെ cw.kerala.gov.in എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. കേരളത്തിലും BSc നഴ്സിംഗിന് പ്രത്യേക പ്രവേശന പരീക്ഷ. ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും 7000-ഓളം BSc നഴ്സിംഗിന് കേരളത്തിൻ്റേതായ പ്രവേശന പരീക്ഷ ജൂണിൽ നടക്കും. +2-ൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങളിൽ അധിഷ്ഠിതമായ പരീക്ഷയായിരിക്കും നടത്തുവാൻ സാധ്യത. LBS മുഖേനയോ കേരള എൻട്രൻസ് കമ്മീഷൻ വഴിയോ ആയിരിക്കും പരീക്ഷ നടത്തിപ്പും പ്രവേശന നടപടികളും. കർണാടകത്തിലെ BSc നഴ്സിംഗിന് ഏപ്രിൽ 18, 19 തീയതികളിൽ CETയും, തമിഴ്നാട്ടിലെ പ്രവേശനത്തിന് അവരുടേതായ പരീക്ഷയും, മഹാരാഷ്ട്ര, ആന്ധ്ര, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ നീറ്റ് എക്സാമും,
ഡൽഹി ഉൾപ്പെടെയുള്ള എയിംസ് മെഡിക്കൽ കോളേജുകളിലെ BSc നഴ്സിംഗിന് ജൂൺ 8-ന് അവരുടെ സ്വന്തം പരീക്ഷയും ജിപ്മർ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, RAK, മൗലാന, അതുപോലെ മിലിറ്ററി BSc നഴ്സിംഗ് എന്നിവയ്ക്ക് മെയ് 5-ന് നടക്കുന്ന നീറ്റ് എക്സാം എന്നിവയാണ് ഈ വർഷത്തെ BSc നഴ്സിംഗ് പ്രവേശനത്തിനുള്ള സാധ്യതകൾ. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം CUET UG മെയ് 15 മുതൽ. ഓൺലൈൻ അപേക്ഷ exams.nta.ac.in/CUET UG എന്ന വെബ്സൈറ്റ് വഴി മാർച്ച് 29 വരെ അപേക്ഷിക്കാം. ഡൽഹി, ഹൈദരാബാദ്, പോണ്ടിച്ചേരി, അതുപോലെ തന്നെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എന്നിവയടക്കം 42ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ, അതുപോലെ തന്നെ വിവിധ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ, ഡീംഡ് യൂണിവേഴ്സിറ്റികൾ എന്നിവ അടക്കം ലക്ഷക്കണക്കിന് ബിരുദാനന്തര തലത്തിലുള്ള പ്രോഗ്രാമുകളാണ് CUET പെർസെൻറ്റേജ് സ്കോർ അനുസരിച്ച് ലഭിക്കുന്നത്. കൂടുതൽ കുട്ടികൾ അപേക്ഷിക്കുന്ന സബ്ജക്റ്റുകൾ ഈ വർഷം ഓഫ്ലൈൻ രീതിയിൽ OMR ഷീറ്റ് ഉപയോഗിച്ചും അല്ലാത്ത സബ്ജക്റ്റുകൾ ഓൺലൈൻ രീതിയിലുമായിരിക്കും പരീക്ഷ നടക്കുക. ഒരു കുട്ടിക്ക് ലാംഗ്വേജ്, സബ്ജക്റ്റ്, ജനറൽ ടെസ്റ്റ് എന്നിവയടക്കം 6 സബ്ജക്റ്റുകൾ വരെ പരീക്ഷ എഴുതാം. പക്ഷേ പരീക്ഷ എഴുതേണ്ടത് +2-ന് പഠിച്ച സബ്ജക്റ്റുകളിലായിരിക്കണമെന്ന് മാത്രം. ജൂൺ 30-ന് ഫലപ്രഖ്യാപനം. അതിനുശേഷം പ്രവേശനം ആഗ്രഹിക്കുന്ന വിവിധ യൂണിവേഴ്സിറ്റികളിൽ പ്രത്യേകം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുകയും വേണം. കുസാറ്റ് BTech എൻട്രൻസ് എക്സാം മെയ് 10, 11, 12 തീയതികളിൽ. ഓൺലൈൻ അപേക്ഷ admissions.kusat.ac.in എന്ന വെബ്സൈറ്റിലൂടെ മാർച്ച് 15 വരെ സമർപ്പിക്കാം. നേവൽ ആർക്കിടെക്ചർ, ഫയർ എഞ്ചിനീയറിംഗ്, MSc ഫോട്ടോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് പോലെ വിവിധ എഞ്ചിനീയറിംഗ് കോഴ്സുകളുടെ പ്രവേശനത്തിനും MSc ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾക്കുമുള്ള CAT 2024 ഓൺലൈൻ എൻട്രൻസ് എക്സാമിൻ്റെ റാങ്ക് ഉപയോഗിച്ചാണ് നിർണ്ണയിക്കുന്നത്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുഞ്ഞാലിമരക്കാർ ക്യാമ്പസിലെ മറൈൻ എഞ്ചിനീയറിംഗിന് കോഴ്സിന് അപേക്ഷിച്ചവർ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ ജൂണിൽ നടക്കുന്ന പ്രവേശന പരീക്ഷയാണ് എഴുതേണ്ടത്. മാത്തമാറ്റിക്സിലെയും ബന്ധപ്പെട്ട വിഷയങ്ങളിലെയും പഠനത്തിനും ഗവേഷണത്തിനും അനുയോജ്യമായ ഇന്ത്യയിലെ ഏറ്റവും മികവ് പുലർത്തുന്ന സ്ഥാപനമാണ് ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. BSc ഓണേഴ്സ്, മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് പോലെ ഇവിടുത്തെ ബിരുദ പ്രവേശനത്തിന് മെയ് 19-നാണ് പ്രവേശന പരീക്ഷ. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവയായിരിക്കും കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങൾ. ഓൺലൈനായി അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഏപ്രിൽ 15. വെബ്സൈറ്റ് cmi.ac.in/admissions. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. 2024 മെഡിക്കൽ എഞ്ചിനീയറിംഗ്, നഴ്സിംഗ് എൻട്രൻസുകളാണോ നിങ്ങളുടെ ലക്ഷ്യം? ഇനിയുള്ള ചുരുങ്ങിയ ദിവസങ്ങളിൽ സിസ്റ്റമാറ്റിക് ആയ കോച്ചിംഗ് ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങളുടെ തൊട്ടടുത്തുള്ള നഗരത്തിൽ ഞങ്ങളുടെ ക്രാഷ് പ്രോഗ്രാം ആരംഭിക്കുകയാണ്. കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലുമായി 20-ലധികം ക്ലാസ് റൂം സെന്ററുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. മാർച്ച് 20-നും ഏപ്രിൽ 1-നും ഏറ്റവും പുതിയ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിക്കുകയാണ്. നെയ്യാറ്റിൻകര, നാലാഞ്ചിറ, കവടിയാർ, കൊല്ലം, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി, അടൂർ, ചങ്ങനാശ്ശേരി, കോട്ടയം, പാല, തൊടുപുഴ, എറണാകുളം, കോതമംഗലം, തൃശൂർ, പാലക്കാട്, കോട്ടക്കൽ, കോഴിക്കോട്, കൂത്തുപറമ്പ്, കണ്ണൂർ, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ സെന്ററുകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കണ്ടേ? ജോയിൻ ചെയ്യുവാനായി brilliantpala.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 04822206100. ക്രിസ്ത്യൻ വിഭാഗത്തിലെ കുട്ടികൾക്ക് മൈനോറിറ്റി റിസർവേഷൻ കൂടുതൽ ലഭിക്കുന്ന CMC വെല്ലൂർ MBBS പ്രവേശന നടപടികൾ ആരംഭിച്ചു. തമിഴ്നാട്ടിലെ സ്വകാര്യ മേഖലയിലുള്ള മെഡിക്കൽ കോളേജാണ് CMC വെല്ലൂർ. MBBS പ്രവേശനം നീറ്റ് 2024 ഓൾ ഇന്ത്യ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലും ആണ്. 50% സീറ്റുകൾ തമിഴ്നാട്ടിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് ലഭിക്കുന്നത്. ബാക്കി വരുന്ന 50 സീറ്റുകൾ 3 രീതിയിലുള്ള പ്രവേശനമാണ് നടക്കുന്നത്. എല്ലാവർക്കും അപേക്ഷിക്കാവുന്ന ഓപ്പൺ കോട്ട,
ക്രിസ്ത്യൻ വിഭാഗത്തിന് മാത്രം ലഭിക്കുന്ന മാനേജ്മെൻറ്റ് കോട്ട അല്ലെങ്കിൽ മൈനോറിറ്റി കോട്ട, സ്റ്റാഫ് കോട്ട എന്നിവ ആണ് ഇത്. 100 സീറ്റിലെയും പ്രവേശനത്തിന് 56,000 രൂപ മാത്രമാണ് വാർഷിക ഫീസ് ഈടാക്കുന്നത്. ഓപ്പൺ വിഭാഗത്തിൽ 2 സീറ്റുകൾ മാത്രമാണ് ഉള്ളതെങ്കിലും ഈ കോളേജിൽ മെഡിക്കൽ വിഭാഗത്തിൽ ഒരു സീറ്റ് ഏതൊരു കുട്ടിയുടെയും സ്വപ്നമാണ്. ഇതിനായി നീറ്റിന് അപേക്ഷിക്കുന്നതോടൊപ്പം CMC വെല്ലൂർ MBBS അഡ്മിഷൻസ് എന്ന വെബ്സൈറ്റിലും അതുപോലെ നീറ്റ് 2024 റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം TN മെഡിക്കൽ സെലക്ഷൻ എന്ന തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ മാനേജ്മെൻറ്റ് കോട്ട വെബ്സൈറ്റിലും എല്ലാ കുട്ടികളും ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കണം. സയൻസ് വിദ്യാഭ്യാസവും ഗവേഷണവും സമന്വയിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും തിരുവനന്തപുരം, ബരാംപൂർ, ഭോപ്പാൽ, കൊൽക്കത്ത, മൊഹാലി, പൂനെ, തിരുപ്പതി എന്നിവിടങ്ങളിൽ ഇന്ത്യ ഗവൺമെൻറ് ഐസറുകൾ സ്ഥാപിച്ചു. ശാസ്ത്രത്തിലെ ഗവേഷണത്തിലൂടെ സാമൂഹിക പ്രശ്നങ്ങൾക്ക് സുസ്ഥിരമായ പരിഹാരങ്ങൾ കണ്ടുപിടിക്കുകയും അവ നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ട് രാഷ്ട്രത്തെ രൂപപ്പെടുത്താൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നതാണ് ഐസറുകളുടെ പ്രധാന ലക്ഷ്യം. 2022, 23, 24 എന്നീ വർഷങ്ങളിൽ +2 ബോർഡ് എക്സാം പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് പ്രവേശനത്തിന് യോഗ്യതയുണ്ടാവും. ഏപ്രിൽ 1 മുതൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിക്കും. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ റാങ്ക് മാത്രമായിരിക്കും ഈ വർഷം മുതൽ യോഗ്യതാ മാനദണ്ഡം. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ജൂൺ 9 രാജ്യവ്യാപകമായി ഓൺലൈൻ മോഡിൽ നടക്കും. ഐസർ admission.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് വിഷയങ്ങളുടെ 15 ചോദ്യങ്ങൾ വീതം 60 ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾക്കാണ് ഉത്തരം എഴുതേണ്ടി വരുന്നത്. ഓരോ സബ്ജക്റ്റുകൾക്കും സെപ്പറേറ്റ് കട്ട് ഓഫ് ഇല്ല. 7 ഐസറുകളിലെ പ്രവേശനത്തിനു പുറമെ IISc ബാംഗ്ലൂരിലെ പ്രവേശനത്തിനും IIT മദ്രാസിലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് സംയോജിത പ്രോഗ്രാമിനും IITയുടെ റാങ്ക് ഈ വർഷം ഉപയോഗിക്കും. നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷകൾ ക്ഷണിച്ചു. വെബ്സൈറ്റ് nfsu.ac.in/admissions. എഞ്ചിനീയറിംഗ് മേഖലയിൽ ഇന്ത്യയിലെ പ്രമുഖ ക്യാമ്പസുകളാണ് ബിറ്റ്സിൻ്റെ പിലാനി, ഗോവ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലുള്ളത്. ഈ ക്യാമ്പസുകളിലെ വിവിധ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് ഒരു വർഷം 2 അവസരങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. 2024 മെയ് 19 മുതൽ 24 വരെയും ജൂൺ 22 മുതൽ 26 വരെയായിരിക്കും ഓൺലൈൻ എൻട്രൻസ് എക്സാം. ഈ വർഷത്തെ ബിറ്റ്സാറ്റ് ഓൺലൈൻ എൻട്രൻസ് എക്സാമിന് bitsadmission.com എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം. 2 പരീക്ഷകൾക്കും ഓരോ കുട്ടികൾക്കും ലഭിക്കുന്ന ഉയർന്ന പേഴ്സൻറ്റേജ് സ്കോർ പരിഗണിച്ചായിരിക്കും പ്രവേശനം. 2023 +2 പാസ്സായവർക്കും 2024 വിവിധ ബോർഡ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും അപേക്ഷ സമർപ്പിക്കാം. +2 75% മുകളിൽ മാർക്ക് ലഭിച്ചവർക്ക് മാത്രമേ പ്രവേശനത്തിന് യോഗ്യതയുണ്ടാവുകയുള്ളൂ. കേരളത്തിൽ തിരുവനന്തപുരവും കൊച്ചിയുമായിരിക്കും പരീക്ഷാ കേന്ദ്രങ്ങൾ. +2 കഴിഞ്ഞ് നേരിട്ട് IIM പ്രവേശനം. ഓൺലൈൻ രജിസ്ട്രേഷൻ മാർച്ച് 26 വരെ. സാധാരണഗതിയിൽ ബിരുദധാരികൾക്കാണ് മാനേജ്മെൻറ്റിലെ മികച്ച പ്രോഗ്രാമുകളിൽ പ്രവേശനം. നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇൻഡോർ +2 ജയിച്ചവർക്ക് 5 വർഷത്തെ സംയോജിത മാനേജ്മെൻറ്റ് പ്രോഗ്രാമിന് അവസരമൊരുക്കുന്നു. 2022, 23, 24 വർഷങ്ങളിൽ +2 ജയിച്ചവർക്കാണ് ഇപ്പോൾ പ്രവേശനം. സെലക്ഷൻ്റെ ഭാഗമായി തിരുവനന്തപുരം, കോഴിക്കോട്, ബാംഗ്ലൂർ, ചെന്നൈ, ഡൽഹി, മുംബൈ എന്നിവ ഉൾപ്പെടെ 34 പരീക്ഷാ കേന്ദ്രങ്ങളിൽ മെയ് 23 അഭിരുചി പരീക്ഷ നടക്കും. ഈ ടെസ്റ്റിൽ മികവുള്ളവരെ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കുകയും ചെയ്യും. ഇതിൻ്റെ മികവിൽ ആകെയുള്ള 180 സീറ്റുകളിലേക്കാണ് പ്രവേശനം. വെബ്സൈറ്റ് ipm.admissions.iim.idr.ac.in. ഈ ആഴ്ചത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എൻട്രൻസ് മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.